അത് പിന്നെ ദിനേശന്റെ കയ്യിലല്ല, കാവേരിയുടെ കയ്യിലേ ഞാൻ കൊടുക്കൂ. ഞാൻ എന്തിനാ ദിനേശന് കാശ് തരുന്നേ? ദിനേശൻ എന്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ. ചോദിക്കുമ്പോ കാശ് തരാൻ വേറെ എന്ത് ബന്ധം നമ്മള് തമ്മിലുള്ളത്? ഓഹോ, അപ്പോ എല്ലാം മറന്നാണോ നീ സംസാരിക്കുന്നത്? ഓയ്യോ, ദിനേശൻ അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. പുറത്തുള്ള ജീവിതമൊക്കെ ഗൗതത്തിന് വേഗം മടുപ്പായി. കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിയിക്കാനാ ഗൗതം തിടുക്കം കൂട്ടുന്നത്. എനിക്കാണെങ്കിൽ അത് പറയാനൊരു മടി നാണം ഒക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ ദിനേശൻ ഇതൊരു ബോംബ് പോലെ അങ്ങ് പൊട്ടിച്ചോ. കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാവുമല്ലോ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചത് കൊലക്കുറ്റമായി ആരും പറയില്ല. പിന്നെ അല്ലറ ചില്ലറ പരിഹാസവും കളിയാക്കലും ഒക്കെ എന്തായാലും ഉണ്ടാവും. എന്നായാലും എല്ലാവരും എപ്പോഴെങ്കിലും അറിയേണ്ടതല്ലേ. ഇവൾ എന്തിനുള്ള പുറപ്പാടാ ദൈവമേ. സത്യത്തിൽ ഉടനെ തന്നെ ഗൗതമിനെ ഭർത്താവായി അംഗീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കുറച്ചൊരു മടിയുണ്ട്. അതുകൊണ്ടാ ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയുന്നത്. സഞ്ജുവിന്റെ വിവാഹം ഒന്ന് കഴിയണം. ഞാൻ കാരണം അവനൊരു പ്രയാസം വന്നൂടല്ലോ. പിന്നെ ഗൗതം മരുമകനായി ഈ വീട്ടിൽ കടന്നുകൂടിയാൽ പരിങ്ങലിലാകാൻ പോകുന്നത് ദിനേശനാ. പിന്നെ ദിനേശന്റെ ഒരു കളിയും മംഗലശ്ശേരി വീട്ടിലും കമ്പനിയിലും നടക്കില്ല. കവിതയുടെ രഹസ്യ കല്യാണം ഉടനെ പുറത്തുവിടണോ, സാവകാശം മതിയൊന്ന് ദിനേശൻ തന്നെ ഡിസൈഡ് ചെയ്യൂ. ഇനിയിപ്പോ രണ്ടായാലും ഐ ഡോണ്ട് ഹാവ് എനി ഇഷ്യൂസ്. എന്തായാലും ആ വാതിൽ അടഞ്ഞു. ഇനി മോഷണമല്ലാതെ വേറെ വഴിയില്ല. നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടടാ ദിനേശ. ഈ ഓണമൊന്ന് പൊളിയാക്കണമെങ്കിൽ ഇവിടെയുള്ള ആരുടെയെങ്കിലും പൂത്ത പണമിരിക്കുന്ന ഷെൽഫ് പരതാതെ വേറെ വഴിയില്ല. സഞ്ജു ഇപ്പൊ താഴെ കുടുംബ ചർച്ചയില്ല. അവന്റെ റൂമിലും തപ്പിയാലോ ഷെൽഫിലുള്ള കാശിന് ഒരു കണക്കും അവന് കാണില്ല. അവൻ കേറി വന്ന ഉള്ള വില കൂടി പോയി കിട്ടും. കേറണോ? പക്ഷെ ക്യാഷിന്റെ കാര്യം എങ്ങനെ നടക്കും? ക്ലബിൽ പോവാതെ എന്ത് ഓണം? ഒന്നിച്ചടിച്ചു മാറ്റി അവന് സംശയം വരും. സാഹചര്യം ഒത്തു വന്നാ ഓണത്തിന് മുമ്പ് ഒന്നും കൂടെ കയറാം. അകത്ത് വില പിടിച്ചത് തന്നെയാണ്. ലോക്കുണ്ടല്ലോ, ഇതിനുള്ളിൽ ഡയമണ്ട് തന്നെയാവും. വിറ്റാ കിട്ടുന്നത് ലക്ഷങ്ങളാണ്. ദിനേശിന് ദൈവം അറിഞ്ഞു തരുന്നതാ. അത് വേണ്ടെന്ന് വെക്കാൻ പാടില്ലല്ലോ. ദിനേശനുള്ളത് ദിനേശനാ.
എന്തായാലും നല്ലൊരു ഓണമായിട്ട് സച്ചു കൂടി ഉണ്ടാവണമായിരുന്നു. അവൻ അവന്റെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കട്ടെ. സഞ്ജു അവിടെ തന്നെ ഉണ്ട്. ക്ലബിലെ കുടിശ്ശിക തീർത്താലും ഓണം അടിച്ചു പൊളിക്കാൻ കുറച്ച് കാശ് മിച്ചം വരും. ബമ്പർ ഗെയിമിൽ പങ്കെടുക്കാനും പറ്റും. അതിനേക്കാൾ വലിയ ഡബിൾ പ്രൈസ് അല്ലേ ഈ ബോക്സിനുള്ളിൽ ഇരിക്കുന്നത്. കവിത 3 ലക്ഷം തന്നെങ്കിൽ ഈ ലോട്ട് ദിനേശിന്റെ കയ്യിൽ കിട്ടുമോ? ബോക്സിനുള്ളിൽ എന്താണെന്ന് നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. ദൈവമേ, ഇനിച്ചേക്കണേ. എന്തായാലും ഇത്രയും നാൾ അവൻ നമ്മളോടൊപ്പം നിന്നതല്ലേ. ഞാൻ വിളിച്ച അവൻ വരും. ആ മട്ടിലാ സച്ചിയുടെ നിപ്പ്. വേണ്ട, സച്ചി ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത്. ഓണം കഴിഞ്ഞാലുടൻ കല്യാണം നടക്കാനുള്ളതാ. നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല സോദി. തിരുവോണ സദ്യ കഴിഞ്ഞാൽ അവൻ ഇങ്ങ് പോരും. അവനെ ആരും ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. ഇതും അവന്റെ വീട് തന്നെയാ. അവന് വരണമെന്ന് തോന്നിയാ വരട്ടെ. നിങ്ങൾ പറയുന്നത് ശരി. അമ്മുവിന്റെ പേരിൽ അവനോട് അകൽച്ച വേണ്ട. ഇവിടെ ഇത്രയും ചർച്ചകൾ നടന്നിട്ട് ദിനേശൻ അവിടെ പോയി. അവൻ ഇവിടുത്തെ കാര്യങ്ങൾ ഒരു ഉത്തരവാദിത്വം ഇല്ലേ? അല്ല, ദിനേശൻ അങ്കിൾ ഇവിടെ ഉണ്ടോ? ഞാൻ കരുതി പുറത്തു പോയെന്ന്. ദിനേശയുടെ റൂമിലുണ്ട്. അങ്കിൾ അങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന ആളല്ലല്ലോ. നീ അവനെ കൂട്ടിക്കൊണ്ടുവാ. സഞ്ജുവിന് ഘോഷയാത്രയുടെ പിന്നാലെ നടക്കാൻ സമയം കിട്ടില്ല. അതിന്റെ ചുമതല ദിനേശനെ ഇപ്പൊ തന്നെ അങ്ങ് ഏൽപ്പിച്ചേക്കാം. ദൈവമേ, ഇതിനിടയിൽ ദിനേശേട്ടന്റെ കാര്യം ഞാനങ്ങ് മറന്നു. നല്ല കള്ളത്തരം ഒപ്പിച്ചോ എന്തോ. ചെറിയ കീയാ ഇതിൻ്റെത്. കീ തപ്പി വീണ്ടും സഞ്ജുവിന്റെ റൂമിൽ കയറുന്നത് മണ്ടത്തരമാണ്. ഡയമണ്ട് തന്നെ. സ്ക്രാച്ച് വീഴാൻ പാടില്ല. എങ്ങനെ ഇതൊന്നും തുറക്കും? ഇതാരോ സഞ്ജുവിന് ഗിഫ്റ്റായി കൊടുത്തതാവും. ഇത് കാണാനില്ലെന്ന് സഞ്ജു അറിഞ്ഞ അന്വേഷണം ഉണ്ടാവും. കാവേരിയും അമ്മുവും എന്നെ സംശയിക്കും. കാവേരി റൂം പരിശോധിക്കാൻ വരുന്നതിന് മുമ്പ് ഇത് പുറത്ത് കടത്തണം. ദിനേശേട്ടാ, ദിനേശേട്ടൻ എന്തിനാ ഈ നേരത്തെ കിടക്കുന്നേ? എന്തോ കാര്യമുണ്ടല്ലോ. എഴുന്നേറ്റേ, എഴുന്നേക്ക. എടി, കയ്യിൽ 5 പൈസയില്ല. ഞാൻ എന്ത് ചെയ്യണം? പാട്ടുപാടി നടക്കണോ? താഴെ എല്ലാവരും ഓണത്തെപ്പറ്റി സംസാരിക്കുക. വലിയേച്ചി കൂടി ഉള്ള നിലയ്ക്ക് ഇക്കൊല്ലത്തെ ഓണം വിപുലമായി ആഘോഷിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. കാശുള്ളവർക്ക് എന്തോ ആവാലോ. ദിനേശ് ചേട്ടനോട് കാശ് മുടക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഈ വീട്ടിലെ മരുമകന്റെ സ്ഥാനത്തുള്ളതേ ദിനേശ് ചേട്ടനാ. പ്രവേട്ട ഇല്ലാത്ത നിലയ്ക്ക് ദിനേശ് ചേട്ടൻ വേണം എല്ലാത്തിനും മുന്നിട്ട് നിൽക്കാൻ. അതിന് മാത്രം എന്താഘോഷമാ ഉള്ളത്? ഇക്കൊല്ലവേ കതിരും പറയും എഴുന്നള്ളത്തും ഒക്കെ ഉണ്ട്. ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളൂ. ദിനേശ് ചേട്ടൻ ഒന്ന് താഴേക്ക് വന്നേ.
അച്ഛനാ ദിനേശനെ അന്വേഷിച്ചത്. അതിന് എന്നാടി ഈ വീട്ടുകാർ എനിക്കൊരു മരുമകന്റെ സ്ഥാനം തന്നത്? അതെ, നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ട. ക്ലബിൽ പോയി ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും ഉണ്ടായിരുന്ന വില കളഞ്ഞു കുടിച്ചില്ലേ? ഇവിടെ ഉള്ളവരുടെ ചൊൽപ്പടിക്ക് നിൽക്കാനേ ദിനേശനെ കിട്ടില്ല. ഇതെന്താ? ഇതെന്താ? എന്താ ഇത്? നീ എന്തിനാ അറിയുന്നത്? എനിക്ക് എന്താന്നറിയണം. പുറത്തെടുക്ക് ദിനേശേട്ടാ. നീ നിന്റെ പണി നോക്കി പോടി. നിങ്ങൾ തനിച്ച് മുകളിലേക്ക് കയറി വരുന്നതേ എനിക്ക് പേടിയാ. സൗകര്യം കിട്ടിയാലേ നിങ്ങൾ എന്ത് കള്ളത്തരവും കാണിക്കും. ഇതിലെന്തോ കള്ളത്തരമുണ്ട്. അതെ, നീ അങ്ങനെ വിശ്വസിക്കുന്ന കൊണ്ടാടി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുന്നത്. നിങ്ങളത് പുറത്തെടുക്കുന്നോ ഇല്ലയോ? നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? നിങ്ങളത് കാണിച്ചില്ലെങ്കിലേ ഞാൻ സഞ്ജുനെ വിളിക്കും. നീ വിളിച്ചോണ്ട് വാടി. ദിനേശൻ കാശ് വെച്ച് ചീട്ട് കളിക്കുന്നവനാണെന്ന് ഇവിടെ ആർക്കാടി അറിയാത്തത്? ഇതേ പുതിയ ചീട്ടിന്റെ കെട്ട. അവര് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അവരുടെ മുമ്പിൽ നാണം കെടാൻ പോകുന്നതേ നീയാ. എനിക്ക് നാറാൻ ഒന്നുമില്ല. എന്നാലും ഞാൻ അതൊന്ന് നോക്കട്ടെ. എന്തിനാ ലോക്കിട്ട് വെച്ചിരിക്കുന്നേ? നോക്കട്ടെ. നിങ്ങൾ താഴേക്ക് വരുന്നുണ്ടോ ഇല്ലയോ? അങ്ങനെ നിലയ്ക്ക് നിൽക്ക്. ഞാൻ വന്നേക്കാം. ഞാൻ പറയുന്നതിന് ഇവിടെ ആരും വില തരില്ലല്ലോ. ഈ ഓണത്തിനെ നീ എന്നെ പ്രതീക്ഷിക്കണ്ട. ഞാൻ വല്ല ഗോവയ്ക്കും പോവും. ഇതെന്തൊരു മനുഷ്യനാ ദൈവമേ. എന്നെങ്കിലും ഈ മനുഷ്യൻ കാരണം സന്തോഷിക്കാൻ ഒരു കാരണം എനിക്ക് ഉണ്ടാവോ? രക്ഷപ്പെട്ടു. അതവിടെ ഇരിക്കട്ടെ, സൗകര്യപൂർവ്വം എടുക്കാം. സഞ്ജു, ആരെങ്കിലും വരും. ഇപ്പൊ ആര് വരാനാ? നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമമുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. നീ ചിരിക്കുന്നുണ്ടെങ്കിലും നിന്റെ കണ്ണിൽ നോക്കി എനിക്കറിയാം. സഞ്ജു പറഞ്ഞത് ശരിയാ. വിഷമോന്ന് പറഞ്ഞൂടാ. നീ പറയടോ, അത് കേൾക്കാനല്ലേ ഞാനുള്ളത്. അമ്മുന്റെ വല്യമ്മ എന്നോട് മോശമായിട്ടാ സഞ്ജു ബിഹേവ് ചെയ്തത്. ഞാൻ മറ്റുള്ളവരെ വല വീശി പിടിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാ അവര് പറഞ്ഞത്. എനിക്ക് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ ആരുടെ മുന്നിലും തല കുനിച്ച് നിക്കത്തുമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ അത് അമ്മുന് താങ്ങാൻ കഴിയില്ലെന്ന് കരുതി മാത്രമാണ് ഞാൻ വിട്ടുകളഞ്ഞത്. അതുകൊണ്ട് ഒരു ദുരന്തം ഒഴിവായി കിട്ടി. അതെ, ഇനി അതങ്ങ് വിട്ടേക്ക്. അവര് പോയില്ലേ, ഇനി ഇവിടെ വരാനും പോകുന്നില്ല. എനിക്കങ്ങനെ വിട്ടുകളയാൻ തോന്നുന്നില്ല. തച്ചിലേടത്തുകാരുടെ പെരുമാറ്റത്തില് അടിമുടി ഒരു ദുരൂഹത ഉള്ളതുപോലെയാ എനിക്ക് ഫീൽ ചെയ്തത്. അമ്മയും കവിതളമ്മയും പറയുന്നതില് കാര്യമുള്ളതുപോലെ. അവര് വില്ലേജിൽ നിന്ന് വന്നവരല്ലേ സോദി. മനസ്സിലുള്ളത് മൂടി വെക്കാതെ സംസാരിക്കും. പക്ഷെ അതല്ല അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരിക്കൽ അമ്മുനെ തെരഞ്ഞ് നമ്മൾ അവിടെ പോയിരുന്നു. സഞ്ജു കാറിൽ തന്നെ ഇരുന്നു. ഞാനാ വീട്ടിലേക്ക് ചെന്നത്. ശ്രീജിയടത്തിയോടും ഞാൻ സംസാരിച്ചതാ. പക്ഷെ എന്നെ ഇവിടെ വെച്ച് കണ്ടിട്ട് കണ്ട ഭാവം നടിച്ചില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചു ചോദിക്കാനും പോയില്ല. അമ്മുന്റെ ഫോട്ടോ കാണിച്ചപ്പോ ഇങ്ങനൊരു കുട്ടി അവിടെ ഇല്ലെന്ന് പറഞ്ഞവരാ അവളെ തിരഞ്ഞ് ഇവിടെ വന്നത്. അത് നിന്നെ അവർ മറന്നതാവും. പിന്നെ അമ്മു ഇവിടെ നിൽക്കുന്ന കുട്ടിയല്ലേ. പക്ഷെ അവരിവിടെ വന്നിട്ടും അമ്മുവിന്റെ വിവാഹത്തെ പറ്റി ഒരക്ഷരം സംസാരിച്ചില്ല. ഭർത്താവിനെ പറ്റിയും പറഞ്ഞു കേട്ടില്ല. കൊടുങ്കാറ്റ് കെട്ടടങ്ങിയെന്ന് കരുതി ആശ്വസിച്ചതാ. ഇവളിത് എവിടേക്കാ പോകുന്നത്? ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല. അമ്മുന്റെ കല്യാണത്തിന് പിന്നിലെ യഥാർത്ഥ കഥകള് അന്വേഷിച്ചറിയാൻ സമയമായി. നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായാ അമ്മു ഇവിടെ നിൽക്കും നീ കരുതുന്നുണ്ടോ? അവള് പറയാൻ മടിക്കുന്ന കാര്യത്തിന്റെ പിന്നാലെ പോയാ പിന്നെ അവൾ ഇവിടെ നിൽക്കില്ല. സ്വാതി, നിനക്ക് അവളെ നഷ്ടപ്പെടും. അതെനിക്ക് അറിയാം. അവൾ അറിയാതെ വേണം നമുക്ക് പെരുവണ്ണാപുരത്തേക്ക് പോവാൻ. സഞ്ജു കൂടെ എന്റെ ഒപ്പം വരില്ലേ?
അതില് നിനക്കൊരു സംശയവും വേണ്ട. പക്ഷേ നീ തച്ചിലയിടത്തെത്തിയ അവരാ വിവരം അമ്മൂനെ അറിയിക്കും. തച്ചിലയിടത്ത് പോവാതെ തന്നെ ഒരു ശ്രമം നടത്താം. ആ സ്റ്റുഡിയോയിൽ പോണം. അയാള് പറഞ്ഞത് സത്യമാണെങ്കിൽ അമ്മുന്റെ ഭർത്താവിനെ പറ്റി എന്തെങ്കിലും ക്ലൂ കിട്ടും. ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹമല്ലേ, അവിടെ അതിന്റെ രേഖകൾ കാണും. അമ്മൂനെ പെരുവഴിയിലാക്കി കളഞ്ഞവനെ എനിക്ക് മുഖാമുഖം കാണണം. ഞാൻ അവളുടെ ചേച്ചിയാണെങ്കിൽ ഞാനിത് അറിഞ്ഞിരിക്കണ്ടേ സഞ്ജു? അമ്മു പറഞ്ഞത് സ്വാതി മറന്നു പോകരുത്. അയാള് അവളെ രക്ഷിക്കുകയാണ് ചെയ്തത്. അതയാള് അവളെ അറിയിക്കുകയും ചെയ്തു. അതിനു പുറമെ അയാള് മറ്റൊരു പെണ്ണുമായിട്ട് സ്നേഹത്തിലുമാണ്. അതവിടെ നിക്കട്ടെ സഞ്ജു. അയാളുടെ വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അയാളുടെ നിലപാട് അറിയാലോ. അമ്മുന്റെ സത്യസന്ധത അറിഞ്ഞ് അയാൾക്കൊരു മനസ്സലിവുണ്ടായാലോ? താലി കെട്ടിയ പെണ്ണിനേക്കാൾ വലുതാണോ കാമുകി? ഈ ജന്മം ഒരു വിവാഹത്തിന് തയ്യാറല്ലെന്ന് പറഞ്ഞല്ലേ അമ്മു ജീവിക്കുന്നത്. എനിക്കിനി അതിലൊരു പ്രതീക്ഷയില്ല. ആ സത്യം അയാളും അറിയട്ടെ. ജീവിതകാലം മുഴുവൻ അയാളുടെ താലിയും കഴുത്തിലണിഞ്ഞ അവള് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കട്ടെ. ചേച്ചി, അമ്മ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അവള് കേട്ടോന്നറിയില്ല. സ്വാതി, നീ കളിക്കുന്നത് നിന്റെ ജീവിതം വെച്ച. നിന്നോട് ഞാൻ എങ്ങനെ പറയും? ഞാൻ അനുഭവിക്കുന്ന പെയിൻ എനിക്കേ അറിയൂ. നിന്റെ മുന്നിൽ അപരാധിയായി നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസം എനിക്കുണ്ടാവൂ. എന്റെ ദൈവമേ, കുറഞ്ഞത് 1 കോടിയെങ്കിലും വില വരുന്ന ഐറ്റം ആവണേ. ഇതിനെയാണല്ലോ അവൻ പൂട്ടിക്കെട്ടി വെച്ചത്. എന്റെ എല്ലാ പ്രതീക്ഷകളും പോയല്ലോ ദൈവമേ. അവളെന്റെ കുടി നിർത്താൻ മരുന്ന് തരുന്നതിന് മുമ്പ് രക്ഷപ്പെട്ട് പോകാമെന്ന മോഹമാ പൊലിഞ്ഞു പോയത്. സഞ്ജു ഇത് ഇത്രയും സുരക്ഷിതമായി വെക്കണമെങ്കിൽ ഇതിലെന്തോ വിലപ്പെട്ട വിവരമുണ്ട്. ഡയമണ്ടിനേക്കാൾ വിലയുള്ള എന്തോ ഒന്ന് ഇതിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട്. അതെന്താണെന്ന് അറിഞ്ഞാൽ ഇത് വച്ച് പലതും നേടാനാവും. ഇത് ദിനേശന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. കവിത അറിയാത്ത രഹസ്യങ്ങൾ ദിനേശൻ മനസ്സിലാക്കാൻ പോവുകയാണ്. വേണ്ടി വന്ന കമ്പനി തന്നെ എന്റെ കയ്യിലിരിക്കും. ലാപ്ടോപ്പ് ഓഫീസിലിരിക്കുക. നാളെ അത് എടുത്തുകൊണ്ട് വരണം. ഇനി അതിലെന്താണെന്നറിയാതെ ഒരു സമാധാനവുമില്ല. ദൈവമേ, അവൾക്ക് കുടി നിർത്താനുള്ള മരുന്ന് കിട്ടി. ഉറങ്ങിയത് കരുതി ഞാൻ വേഗം വന്നതാ. ഓണം വന്നതോടെ പിടിപ്പത് പണിയാ കിച്ചണില്. ദിനേശേട്ടൻ പാല് കുടിക്കും. ഇതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എടി ഭയങ്കരി, നിന്റെ മുഖം കണ്ടാൽ അറിയാം പാലിൽ മരുന്ന് കലക്കിയിട്ടുണ്ടെന്ന്. പിടിക്ക് ദിനേശേട്ടാ, വേഗം ഒന്ന് കുടിച്ചിട്ട് ഗ്ലാസ് തന്നെ. അമ്പടി, എന്തൊരു സ്നേഹം. ഞാനേ ഇപ്പൊ രാത്രി പാലുകൂടി നിർത്തിയിടി. അല്ല, ക്ലബിൽ പോവാത്ത ദിവസം പാല് വേണമെന്ന് പറയുന്ന ആളല്ലേ, പിന്നെന്താ വേണ്ടെന്ന് പറഞ്ഞത്? ഇത് ദിനേശേട്ടൻ കുടിച്ചേ പറ്റൂ.
എന്റെ കള്ളുകൂടി നിർത്താമെന്ന നിന്റെ മോഹം മനസ്സിരിക്കത്തേ ഉള്ളൂ. എന്തായാലും നീ കൊണ്ടുവന്നല്ലേ, നീ തന്നെ കുടിച്ചു. എനിക്ക് വേണ്ട. അതെന്താ നിനക്ക് വേണ്ടാത്തത്? നിന്നെ കൊണ്ട് ഞാൻ കുടിപ്പിക്കും. ഭാര്യയുടെ ആരോഗ്യത്തിന് ഉത്കണ്ഠയുള്ളൊരു ഭർത്താവാ ഞാൻ. ഈ മനുഷ്യന് എന്തിന്റെ കേടാ? വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ. ദേ